നോമ്പൊക്കെയാണ്, വെയിറ്റ് കുറക്കാൻ പറ്റിയ സമയമാണ്. എന്താ വലിയ ഡയറ്റ് പ്ലാൻ ഒന്നും ഇല്ല. നോമ്പാകുമ്പോ പിന്നെ നമുക്ക് പകലെന്തായാലും പട്ടിണിയാ, പിന്നെ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ചാൽ മതിയല്ലോ. ഡയറ്റ് പ്ലാന്റെ ആവശ്യമൊന്നുമില്ല. അത് ശരിയാണ്. പകലാകെ ഒരു നേരമാണ് ഭക്ഷണം ഒഴിവാക്കുന്നതിന്. അതിന് പിന്നെ പകൽ മുഴുവൻ പട്ടിണി കിടക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് അത്താഴത്തിന് നല്ലൊരു തട്ട്, അത് കഴിഞ്ഞ് പകൽ മുഴുവൻ പട്ടിണി കിടക്കായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് വൈകുന്നേരം അതിനേക്കാൾ വലിയൊരു തട്ട്, പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതിലും വലിയൊരു തട്ട്, പിന്നെ എവിടുന്ന് വെയിറ്റ് കുറയാനാണ്. ഏതായിരുന്നാലും നമ്മൾ ഈ അത്താഴത്തിന് കഴിക്കുന്നതിൽ നാരുകളും തവിടും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈത്തപ്പഴവും നല്ലോണം വെള്ളവും കുടിച്ച് നോമ്പ് തുറക്കുക. അതിനുശേഷം ജലാംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള കക്കരി, വത്തക്ക പോലെയുള്ള ഫ്രൂട്ട്സ്, സാലഡ്സ് എന്നിവ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ നോമ്പ് കാലത്താണെങ്കിലും അല്ലാത്ത കാലത്താണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് കുടവയറ് കുറക്കാനും അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാനും ഏറ്റവും നല്ല മാർഗം.